ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് രാവിലെ തന്നെ കുളിച്ച് പുറപ്പെട്ടിട്ട് എങ്ങോട്ടാണെന്നല്ലേ, ഞാനൊന്ന് അമ്പലത്തിൽ പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരു അമ്പലവാസിയൊന്നും അല്ല, പക്ഷെ എന്നാലും കുറേ ആയി അമ്പലത്തിലൊക്കെ പോയിട്ട്. പിന്നെ അതുമല്ല, ഈ പോകുന്ന അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ആ ആൾ എനിക്ക് എപ്പോഴും പോസ്റ്റ് തരുന്ന ആളാണ്, പക്ഷേ ഇന്നെന്തോ പോസ്റ്റ് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ പോകുന്നത് കോഴിക്കോടുള്ള കൊല്ലത്തുള്ള പിഷാരികാവിലാണ്. അവിടെ ചെന്നപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ട് ചെയ്തത്. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് എൻട്രൻസ് ഒക്കെ ഉള്ളത്. അതൊക്കെ എന്തോ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ അധികം നേരമൊന്നും അവിടെ നിൽക്കേണ്ടി വന്നില്ല, അധികം ലാഗൊന്നും ആയില്ല കേട്ടോ. ഞങ്ങളവിടെ തൊഴാനൊന്നും വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പിഷാരികാവ് നിന്ന് ഞങ്ങൾ നേരെ പോയത് ഉരുപുണ്യക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ്. ആ അമ്പലത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു അമ്പലം, ജലദുർഗയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് പോകാമെന്ന് ചോദിച്ചപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്താന്ന് പറഞ്ഞതാണ്, പക്ഷേ ഒന്നും നഷ്ടമായില്ല കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ബീച്ചിൻ്റെ സൈഡിലൊരു അമ്പലം. ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി, അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ് എനിക്ക് എപ്പോഴും പോസ്റ്റ് തരുന്ന ആ മനുഷ്യൻ, ആദർശ്. ആൾക്ക് ക്യാമറയുടെ മുന്നിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും റെക്കോർഡ് ചെയ്യും. യൂട്യൂബിൽ ആദ്യം ഇങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് വിചാരിക്കുമായിരുന്നു നല്ല രസമാണ്, എളുപ്പത്തിൽ ക്യാഷ് കിട്ടുന്ന പരിപാടിയൊന്നൊക്കെ. പക്ഷേ ഇപ്പം അത് ചെയ്തു തുടങ്ങിയാലാണ് കേട്ടോ അതിലുള്ള ബുദ്ധിമുട്ട് അറിഞ്ഞത്. നമ്മൾ എവിടെ പോകുകയാണെങ്കിലും എപ്പോഴും അലേർട്ടായിരിക്കണം. നല്ലൊരു വ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു നമ്മുടെ ലൈഫിലുള്ള ഒരു കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ റെഡി ആയിട്ടിരിക്കണം. ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. ആൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റീലെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം മെനക്കെടുത്തിച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ വെറും ഷോ ഓഫാണ് കേട്ടോ. നമ്മൾ തൊഴുന്ന സമയത്ത് ആക്ച്വലി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ നല്ല വ്യൂവും നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ വെറുതെ അമ്പലം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. ആക്ച്വലി അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോ വീഡിയോ അങ്ങനെയൊന്നും അലൗഡ് അല്ലായിരുന്നു. അലൗഡ് ആണെങ്കിലും നമ്മൾ ഈ പരിപാടി പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് ഓർമ്മയില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ തീർന്ന് കളിച്ചില്ല കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. പക്ഷെ എന്നിട്ട് ആദർശന് കയ്യിൽ നിന്ന് കൺട്രോൾ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫുഡ് കിട്ടിയ പാടെ ഞാൻ പറഞ്ഞല്ലോ നല്ല ലേറ്റായി. ഞങ്ങൾ വേഗം കഴിച്ച് തീർത്തു. 11:30 ആയിട്ട് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും. പിന്നെ അധികമൊന്നും തീർന്ന് കഴിച്ചില്ല കേട്ടോ. പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു, ആൾക്ക് വണ്ടി ഓടിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ബൈ.